നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ആദിവാസി യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നു. കേരള അതിർത്തിയോട് ചേർന്നുള്ള തമിഴ്നാട് വാൽപ്പാറയ്ക്കടുത്ത് നെടുങ്കുട ആദിവാസി ഊരിലെ രവിയാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രി 9-നാണ് സംഭവം. 2 സുഹൃത്തുക്കൾക്കൊപ്പം ഊരിൽ വരുന്നതിനിടയിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. റോഡ് നിർമ്മാണത്തിൽ അഴിമതി കാട്ടിയ എഞ്ചിനീയർക്കും കരാറുകാരനും തടവ് ശിക്ഷയും പിഴയും വിധിച്ച് വിജിലൻസ് കോടതി. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലെ ചിലങ്ക അരിക്ക പബ്ലിക് റോഡിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികളിൽ അഴിമതി നടത്തിയ കേസിലാണ് നടപടി. ജില്ലയിൽ പകർച്ചവ്യാധികൾ പടരുന്നു. 2 ആഴ്ചയായി H1N1 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇതിനു പുറമെ 1 മാസത്തിനിടയിൽ ജില്ലയിൽ 2 പേർക്ക് വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട്. എറണാകുളം അമ്പലമുകൾ BPCL പ്ലാന്റിൽ ഡ്രൈവർമാരുടെ മിന്നൽ പണിമുടക്ക്. കൊടകരയിലെ സ്വകാര്യ ഏജൻസിയിൽ റോഡ് ഇറക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കൂലി തർക്കത്തെ തുടർന്ന് ഡ്രൈവറെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരം. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ പീച്ചി ഡാമിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം താനൂർ സ്വദേശി യഹിയാണ് മരിച്ചത്. പീച്ചി വന ഗവേഷണ കേന്ദ്രത്തിൽ ഇന്റേൺഷിപ്പിന് എത്തിയതായിരുന്നു യഹിയ. കുഴൂരിൽ മോഷണം. വീട്ടിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 28 പവൻ സ്വർണവും ഡയമണ്ട് മോതിരവും മോഷണം പോയി. കുഴൂർ തെക്കുമുറി പുളിക്കൽ പ്രകാശിന്റെ വീട്ടിൽ നിന്നുമാണ് മോഷണം നടന്നത്. ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നതിനായി അലമാര തുറന്നപ്പോഴാണ് ആഭരണങ്ങൾ നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. ചാലക്കുടി മൂഞ്ഞേലിയിൽ കാറിടിച്ച് ട്രാൻസ്ഫോർമർ വീണു. മൂഞ്ഞേലി വളവിൽ വെച്ച് ബുധനാഴ്ച രാത്രിയായിരുന്നു സംഭവം. ചാലക്കുടി ഭാഗത്തു നിന്ന് വന്ന സ്കോഡ കാർ നിയന്ത്രണം വിട്ട് ട്രാൻസ്ഫോർമറിന്റെ പോസ്റ്ററിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് ഒടിഞ്ഞു. ചാലക്കുടി ദേശീയപാതയിൽ സർവീസ് റോഡിന്റെ വീതി വർദ്ധിപ്പിക്കുന്ന ജോലികൾ ആരംഭിച്ചു. മുരിങ്ങൂർ ഡിവൈൻ മേൽപ്പാലം മുതൽ ചിറങ്ങര വരെ ദേശീയപാതയിൽ 2 വശം വീതി കൂട്ടുന്ന ജോലികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. 2 വരി ഗതാഗത സൗകര്യമാണ് സർവീസ് റോഡിലൂടെ ഒരുക്കുന്നത്. ചാലക്കുടിയുടെ പരമ്പരാഗത ജലസ്രോതസ്സായ പറയൻതോട് നാശത്തിന്റെ വക്കിൽ. പോട്ടച്ചിറ ഭാഗത്തു നിന്നും ആരംഭിച്ച് അണ്ണല്ലൂർ ഗുരുതിപ്പാല കൂടി ചാലക്കുടി പുഴയിൽ വന്ന് ചേരുന്നതാണ് പറയൻതോട്. പറയൻതോടിൽ നിരവധി ജലസേചന പദ്ധതികളും പ്രവർത്തിക്കുന്നുണ്ട്. കിഡ്നി രോഗിയുടെ ചികിത്സയ്ക്കായി ബസ്സുകളുടെ കാരുണ്യയാത്ര. സർവീസ് നടത്തുന്ന ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് പ്രശസ്ത നർത്തകനും അഭിനേതാവുമായ RLV രാമകൃഷ്ണൻ നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ TK ഗീത മുഖ്യാതിഥിയായി. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.